ഹായ്, വെൽക്കം ബാക്ക് ടു അസാസ്റ്റെക്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഒക്കെ എങ്ങനെയാണ് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഉബുണ്ടു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിസ്ട്രോ, ഇപ്പോൾ സോർനോയ്സ് അല്ലെങ്കിൽ ഫെഡോറ, അങ്ങനെ കുറേ ഡിസ്ട്രോസ് ഉണ്ട്. ലൈക്ക് ഇതൊക്കെ ഏകദേശം സിമിലർ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. അപ്പോൾ നമുക്ക് ലിനക്സ് മെയിൻലി യൂസ് ചെയ്യേണ്ടി വരിക ഈ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര പഴയതായിട്ടുള്ള സിസ്റ്റംസ് ഉള്ള ആളാണ്. ഇപ്പോൾ ലൈക്ക് 4 GB റാമോ അല്ലെങ്കിൽ 2 GB റാമൊക്കെ ഭയങ്കര ഏൻഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടെങ്കിൽ അതിൽ ഈ ഉബുണ്ടു ഡിസ്ട്രോസ് ഇട്ടാൽ കുറേ കൂടി പെർഫോമൻസ് കൂടി കിട്ടും. അതേപോലെ തന്നെ ലൈക്ക് ഈ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കാൻ അല്ലെങ്കിൽ കോളേജ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്റംസ് ഒരുവിധം എല്ലാം ഉബുണ്ടു വെച്ചിട്ട് റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന നിങ്ങൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതും ഈ ലിനക്സിൽ കിട്ടുന്ന സോഫ്റ്റ്വെയർസ് ആയിരിക്കും, മിക്കവാറും ഓപ്പൺ സോഴ്സ് ഒക്കെ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആയിരിക്കും. അപ്പോൾ ലൈക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ലിനക്സിൻ്റെ ടെർമിനലിന് വേണ്ടിയിട്ടും ഒക്കെയാണ്. ലൈക്ക് വേറൊരു എളുപ്പം വഴിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിൻഡോസ് ഒക്കെ ആണെങ്കിൽ വിൻഡോസിൽ WSL എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്, ലിനക്സിൻ്റെ കെർണൽ കിട്ടുന്ന പോലെ. അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കുറേ കൂടി എളുപ്പമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വിൻഡോസ് യൂസ് ചെയ്യുകയും ചെയ്യാം. ലൈക്ക് അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യണം. അതിപ്പോൾ ഞാൻ ലാപ്ടോപ്പിൽ WSL ആണ് ലിനക്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ലിനക്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് പഴയതാണ്, സ്ലോ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ നോക്കാനുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് വേണ്ട സോഫ്റ്റ്വെയർ എല്ലാം അവൈലബിൾ ആണോ എന്ന് നോക്കണം. ഫോർ എക്സാമ്പിൾ അഡോബിൻ്റെ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ആപ്സ് ഒന്നും ലിനക്സിന് അവൈലബിൾ അല്ല. അതേപോലെ തന്നെ ലൈക്ക് ഭയങ്കര സ്മൂത്ത് സെയിലിംഗ് ആണെന്ന് വിചാരിക്കാൻ പാടില്ല. അത്രയും പോളിഷ്ഡ് അല്ല. ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ മാക് ഒക്കെ ഒരു വലിയൊരു കോർപ്പറേഷൻ, ഒരു അൺലിമിറ്റഡ് റിസോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ലൈക്ക് അവർ ലൈക്ക് കാറ്റർ ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് സിസ്റ്റംസും കുറച്ചുകൂടി ചെറുതാണ്. ഇപ്പോൾ വിൻഡോസ് ഒക്കെയാണ് എല്ലാത്തിനും കാറ്റർ ചെയ്യും. പക്ഷേ മാകോസ് ഒക്കെ ഒരു 10-15 ഹാർഡ് സ്പെസിഫിക്കേഷനിലും റൺ ആവുന്നുണ്ട്. ഉബുണ്ടു ഒന്നും ഇപ്പോൾ യൂഷ്വലി ഒരുവിധം ഇഷ്യൂസ് ഒന്നും വരാറില്ല. പക്ഷേ ചില കേസസിൽ ഡ്രൈവേഴ്സ് വർക്കാവാത്ത ഇഷ്യൂ ഒക്കെ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ട്രാക്ക് പാഡ് വർക്കാവാതിരിക്കും, അല്ലെങ്കിൽ ലൈക്ക് ബ്രൈറ്റ്നസ് കൂട്ടാൻ കുറയ്ക്കാൻ പറ്റാതിരിക്കും, അങ്ങനെയൊക്കെ ഇഷ്യൂ വരാറുണ്ട്. അതിനൊക്കെ അത്യാവശ്യം എളുപ്പത്തിലുള്ള ഫിക്സസ് കിട്ടാറുണ്ട്. സോ നിങ്ങൾ ഈ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് മുന്നേ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ പേര് അടിച്ചിട്ട് ഇതിന് ഉബുണ്ടു ലൈക്ക് നല്ല സപ്പോർട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസ്ട്രോ ഏതാണോ അത് ഉണ്ടോ നോക്കുക. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ജനറിക് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ലൈക്ക് ചിലവർക്കൊക്കെ ചെറിയ ബഗ് വരും, അല്ലെങ്കിൽ ലൈക്ക് എല്ലാവരുടെയും സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് സെയിം ആവണമെന്നില്ല. അപ്പോൾ ലൈക്ക് അതിലൊക്കെ ചെറിയ ചെറിയ സ്റ്റെപ്പിൽ വ്യത്യാസമൊക്കെ വരും. ഞാൻ ജനറിക് ആയിട്ടുള്ള സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. ലൈക്ക് ഇത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐദർ ഇന്റർനെറ്റ് പോയി നോക്കുക, ഇത് കമൻറ്റ് അടിയിലിട്ടാൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന പോലെ പറഞ്ഞു തരും ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഉബുണ്ടു ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പെൻഡ്രൈവ് കുത്തണം, പിന്നെ റുഫൂസ് ഓപ്പൺ ചെയ്യണം. റുഫൂസിൽ നമുക്ക് ഇതിൽ നമുക്ക് ഡിസ്കോർ ISO/MI സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഉബുണ്ടുവിൻ്റെ ഇതെടുക്കുക. അത് കഴിഞ്ഞിട്ട് പാർട്ടിഷൻസ് ഇത് ലൈക്ക് പഴയതൊക്കെ ആണെങ്കിൽ MBR എടുക്കുക, പുതിയതാണെങ്കിൽ GPT എടുക്കുക. ഞാനിപ്പോൾ MBR ആണ് എടുക്കുന്നത് കുറച്ച് ഇതായത് കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പേരൊക്കെ വേണമെങ്കിൽ ഒന്ന് മാറ്റാം. ഉബുണ്ടു ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയൊക്കെ അതേപോലെ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. റെക്കമെൻഡ് മോഡ് വയ്ക്കും, ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് പാർട്ടീഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യാൻ തുടങ്ങും. റൈറ്റ് ചെയ്യൽ കുറച്ച് ടൈം എടുക്കും, കുറച്ച് സൈസുള്ള ഇതാണ്, അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇവിടെ റെഡി എഴുതി കാണിച്ച് സ്റ്റാർട്ട് ആവുന്ന കാണിക്കും. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എന്തുണ്ടായി കഴിഞ്ഞു, ഒരു ബൂട്ടബിൾ ഡിവൈസ് ഉണ്ടായി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് വെച്ചാൽ ഇത് ഷട്ട് ഡൗൺ ചെയ്യുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അടുത്ത ഇത് ബൂട്ട് ചെയ്യാൻ വേണ്ടേ. അപ്പോൾ നമ്മൾ നോർമലി പവർ ഓൺ ആക്കുമ്പോൾ ലാപ്ടോപ്പിലേക്ക് അതിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള ഓപ്ഷനിലേക്കാണ് പോവുക. അപ്പോൾ അതിന് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, നമ്മൾ ബയോസ് പോയിട്ട് USB ബൂട്ട് എനേബിൾ ചെയ്യണം. USB ബൂട്ട് എനേബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ USB പെൻഡ്രൈവിൽ നിന്ന് ബൂട്ട് ചെയ്യാനുള്ള സാധനം എനേബിൾ ചെയ്യുക. 2, ആദ്യം ഇപ്പോൾ ഉള്ള വിൻഡോസിൽ നിന്ന് ബൂട്ട് ചെയ്യാതെ നമ്മുടെ USB നിന്ന് ബൂട്ട് ചെയ്യുന്ന പോലെ ആക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ബയോസ് വെക്കണം. ഇത് ഓരോ ലാപ്ടോപ്പിനും ഡിഫറെൻ്റ് ആണ്. ഒരുവിധം എല്ലാ ലാപ്ടോപ്പിനും ഡിലീറ്റ് അടിച്ചാൽ വർക്കാവും, ഇല്ലെങ്കിൽ ഏതെങ്കിലും F10 F11 ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഈ ലാപ്ടോപ്പിൽ F10 ആണ്. അപ്പോൾ നമ്മൾ പവർ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഉടനെ കണ്ടിന്യൂസ് ആയിട്ട് F10 അടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ഈ കണ്ട പോലെ ബയോസ് ഓപ്ഷൻ വരും. ഇതിൽ ലൈക്ക് ഇതിപ്പോൾ ഓരോ ലാപ്ടോപ്പിലും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, മൗസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബൂട്ട് ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ USB പോർട്ട് ഓൾറെഡി എനേബിൾഡ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ട് ഓർഡർ കൊണ്ടുപോയിട്ട് ഈ USB ഫ്ലാഷ് ഡ്രൈവ് ഇത് മുകളിലേക്ക് നീക്കണം. ഓക്കെ, അതിപ്പോൾ F5 ഉം S6 ആണ് അവർ പറയണത്. ഇപ്പോൾ F5 അടിച്ച് കഴിഞ്ഞാൽ
ഇത് ഏറ്റവും ഫസ്റ്റ് ആക്കി. ചിലതിൽ സെക്യൂർ ബൂട്ട് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടാവും. അപ്പോൾ സെക്യൂർ ബൂട്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. സെക്യൂർ ബൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ മോഡിഫൈഡ് ആയിട്ടുള്ള ഇമേജസ് ഒന്നും റൺ ആവണില്ല എന്ന് പറയാൻ വേണ്ട, നിർബന്ധമില്ലാതെ ഇതല്ലാണ്ട് വർക്ക് ആവാറുണ്ട്. പക്ഷേ ലൈക്ക് പ്രശ്നമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. അതുകൊണ്ട് സേവ് ചേഞ്ചസ് ആൻഡ് എക്സിറ്റ്. യെസ്. ഇപ്പോൾ ഇത് ലൈക്ക് HP മാത്രമല്ല തോന്നുന്നു, എനിക്കിതുവരെ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ അവർ പറഞ്ഞ സംഖ്യ അടിച്ച് എൻ്റർ അടിക്കാനാണ് പറഞ്ഞത്, അത് ചെയ്തു. അപ്പോൾ സെക്യൂർ ബൂട്ട് ഡിസേബിളായി. ഓക്കെ. ഇപ്പം നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉബുണ്ടു സേഫ് മോഡിൽ ട്രൈ ഓർ ഇൻസ്റ്റാൾ എന്ന് പറയുക. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ USB-ന് ലൈവ് ബൂട്ട് ചെയ്യും. ലൈവ് ബൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ ലൈക്ക് മെയിനായിട്ട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ലൈവ് ബൂട്ട് യൂസ് ചെയ്യുക എന്താ വെച്ചാൽ ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ലൈക്ക് ഇത് വെച്ച് തന്നെ ഈ ലൈവ് ബൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ലൈവ് ബൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബൂട്ട് ചെയ്ത് കയറും അത്. സോ ലൈക്ക് നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു സെറ്റപ്പ് വന്നു കഴിഞ്ഞു. ലൈക്ക് ഉബുണ്ടു ബൂട്ടായി കഴിഞ്ഞു. ലൈക്ക് ലൈവ് ബൂട്ടാണ്, ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. പക്ഷേ ലൈക്ക് ബേസിക്കലി യൂസ് ചെയ്യാൻ ഉള്ള ലെവലിലായി കഴിഞ്ഞു ഓൾറെഡി. ഇതെന്താ വെച്ചാൽ ഇതിന് ലൈവ് ബൂട്ട് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഓക്കെ ലൈക്ക് ഇനി ഇതിലിപ്പോൾ ഞാൻ എന്തെങ്കിലും ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക, അത് ആക്ച്വലി എന്താവില്ല, നമുക്ക് ലൈക്ക് ഇപ്പോൾ ഇൻസ്റ്റാൾ ആവും. പക്ഷേ അത് കഴിഞ്ഞ് അടുത്ത വട്ടം ഇതിപ്പോൾ ഇൻസ്റ്റലേഷനുള്ള സെറ്റപ്പാണ്. ജസ്റ്റ് ഒന്ന് ഇതാക്കി വിടാം. ഓക്കെ, ജസ്റ്റ് ഒരു ഇതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിലൊരു മോസില്ല ഫയർഫോക്സ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു, ഇല്ലാത്തൊരു സോഫ്റ്റ്വെയർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പവർ ഓഫ് ആക്കി പിന്നെ ഓൺ ആക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും വെച്ചാൽ ഈ സാധനം ഇൻസ്റ്റാൾ ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഈ പെൻഡ്രൈവ് തന്നെ നിങ്ങൾക്ക് ബൂട്ട് ചെയ്യണം എന്നുണ്ട്, അതായത് പെൻഡ്രൈവ് നിങ്ങൾ കൊണ്ടുപോയിട്ട് കുത്തുമ്പോൾ വർക്കാവുന്ന ഒരു ഉബുണ്ടു ഡിസ്റ്റോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ നേരത്തെ റിഫ്യൂസ് ചെയ്യുമ്പോൾ അതിൽ പെർസിസ്റ്റൻറ്റ് പാർട്ടിഷൻ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടില്ലേ, അതിൽ നിങ്ങളൊരു 20, 25, 30 മിനിമം ഒരു 30 GB എങ്കിലും വെക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ അതിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്സിന് കാര്യങ്ങളൊക്കെ ഡാറ്റ സ്റ്റോർ ആവും. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി ഒരു പോർട്ടബിൾ ആയിട്ടുള്ള സിസ്റ്റം കിട്ടും. ലൈക്ക് നമ്മളിപ്പോൾ തൽക്കാലം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവാണല്ലോ, അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ തൽക്കാലം ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉബുണ്ടുവിൽ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ലൈക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള ലൈബ്രറീസിനും കാര്യങ്ങളുടെയൊക്കെ സെലക്ഷൻ കുറച്ചുകൂടി വലുതാണ്. അപ്പോൾ നമ്മളത് വേണമെന്ന് പറയാണ്. ഇനി അടുത്തത് ലൈക്ക് ഇതിലാണ് നമുക്ക് അടുത്ത ചേഞ്ച് വരുന്നത്. നമുക്ക് ഐദർ ഇൻസ്റ്റാൾ ഉബുണ്ടു അലോങ്സൈഡ് വിൻഡോസ് ബൂട്ട് മാനേജർ. അപ്പോൾ നമ്മുടെ വിൻഡോസിന് ബൂട്ട് മാനേജർ കളയാതെ തന്നെ എന്ത് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ 2 പാർട്ടീഷനാക്കി വെച്ചിട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ഫുള്ള് എറേസ് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാനാണ് പോകുന്നത്. അടുത്തത് മാനുവൽ ഇൻസ്റ്റലേഷൻ. ഞാൻ ജസ്റ്റ് മാനുവൽ ഇൻസ്റ്റലേഷൻ ഒന്ന് കാണിച്ചു തരാം. മാനുവൽ ഇൻസ്റ്റലേഷൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഞാൻ ഒരു പാർട്ടിഷനും ചെയ്തിട്ടില്ലല്ലോ. സപ്പോസ് ഞാനൊരു 256 GB ഉള്ള ഒരു പാർട്ടിഷനും 256 GB ഉള്ള പാർട്ടിഷൻ ആക്കി വെച്ചാൽ ഇതിൽ നിന്ന് തൊട്ട് നെക്സ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, പക്ഷേ നമുക്ക് ഈ ഒരു ചാൻസിൽ അത് ആവശ്യമില്ല. നമ്മൾ ഇറേസ് ആൻഡ് ഇൻസ്റ്റാൾ ഉബുണ്ടു ആണ് കൊടുക്കുന്നത്. നൈസ്. ഇതിപ്പോൾ ആക്ച്വലി ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇൻസ്റ്റാൾ ആയി. അത് USB 3.0 പെൻഡ്രൈവും USB 3.0 പോർട്ടും ആയിരുന്നു. എന്നാലും അത്യാവശ്യം സ്പീഡിലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ റീസ്റ്റാർട്ട് നൗ കൊടുക്കും. ഇപ്പോൾ നമ്മുടെ USB ബൂട്ടാണ് ഫസ്റ്റ് ഉള്ളത്. ഫംഗ്ഷൻ കീസോ അല്ലെങ്കിൽ ഡിലീറ്റൊക്കെ അടിച്ചിട്ട് പോയിട്ട് അത് തിരിച്ച് ഡ്രൈവിലേക്ക് തന്നെ മാറ്റണം. തൽക്കാലത്തേക്ക് ഈ സാധനം ഊരിയിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഓപ്ഷൻ എന്ത് തന്നെയായിരിക്കും, ഹാർഡ് ഡിസ്ക് തന്നെ ആയിരിക്കും. ഇതിപ്പോൾ വർക്കാവും 100% ഇതൊന്നുമില്ല. കാരണം എവിടെയെങ്കിലുമൊക്കെ ചെറിയ അവിടെ ഇവിടെയും ഇഷ്യൂസ് വരാനും നല്ല ചാൻസ് ഉണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് വർക്കായി എന്നാണ് തോന്നുന്നത്. യെസ്, വർക്കായി. അപ്പോൾ ഇനി കുറച്ച് പരിപാടികളും കാണിക്കാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് കാണിക്കാം. ഉബുണ്ടു പ്രോ ഒന്നും വേണ്ട. ഡോൺ ഷെയർ, ഓപ്പൺ ആപ്പ് സെൻറ്റർ അത് നമുക്ക് ആവശ്യമുണ്ട്. ഫിനിഷ്. അതേപോലെ തന്നെ ഫയർഫോക്സ് തുറക്കുക, ചെയ്യണം. അപ്പോൾ അതിൽ വൈഫൈ കണക്റ്റ് ആവേണ്ട അതൊക്കെ ജസ്റ്റ് നോക്കുന്നത് നല്ലതാണ്. കാരണം ഇതിപ്പോൾ വർക്കാവണം ഇല്ല നിർബന്ധമൊന്നുമില്ല. ലൈക്ക് അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഒന്ന് വർക്കാവുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് ചെയ്യാം. ഇതിപ്പോൾ അപ്പോൾ ഞാൻ വർക്കായിരുന്നു, ഞാൻ നോക്കിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണക്ട് ചെയ്യണം. ആദ്യത്തെ ഞാൻ പറയാൻ പോകുന്ന ഓപ്ഷൻ ഓൺലി ഓഫീസാണ്.
ഓൺലി ഓഫീസ് എന്ന് പറഞ്ഞത് ലൈക്ക് നമ്മുടെ ഇപ്പോൾ ഈ ഉബുണ്ടു യൂസ് ചെയ്യുന്ന ഒരു ഇതെല്ലാവരും യൂസ് ചെയ്യുന്നത് കണ്ടിരുന്നത് ലിബർ ഓഫീസോ അല്ലെങ്കിൽ അപ്പാച്ചി ഓപ്പൺ ഓഫീസോ ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ കുറേ കൂടി ലൈക്ക് ക്ലീനും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള UI ആണ് ഈ ഓൺലി ഓഫീസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് അപ്പിയറൻസ് ഒക്കെ നമുക്ക് വേണ്ട പോലെ മാറ്റാം. ഡാർക്ക് മോഡ് ഓൺ ആക്കാം, വാൾപേപ്പർ മാറ്റാം. അതേപോലെ തന്നെ ഇപ്പോൾ ഡോക്കിൻ്റെ ഒരു നല്ല ഓപ്ഷനാണ് ഓട്ടോ ഹൈഡ് ഡോക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഡോക്ക് വരും, അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പോവും. അതേപോലെ തന്നെ ബോട്ടം ഡോക്ക് ആക്കാം. ഇപ്പോൾ ഇതിൽ ട്രാക്ക് പാഡും കീബോർഡും ബ്ലൂടൂത്തും വൈഫൈയും സ്പീക്കറും കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ട്. അത് ഞാൻ നോക്കി. ഇതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. സോ അങ്ങനെ നമുക്ക് ഉബുണ്ടു ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. എന്തെങ്കിലും ചെറിയ ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നെറ്റ് നോക്കാം, അല്ലെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ചെറിയ ഇഷ്യൂസൊക്കെ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിൽ ബിറ്റ് ലോക്കർ എൻക്രിപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആ ഡ്രൈവ് പിന്നെ പുറത്തുനിന്ന് പോയിട്ട് ഫോർമാറ്റ് ചെയ്തിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ ലൈക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ലൈക്ക് എല്ലാവർക്കും എല്ലാ കേസും നോക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതൊരു i3 11 ജനറേഷനിലെ ലാപ്ടോപ്പിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. നിങ്ങൾക്ക് ഏകദേശം കാണാം ലൈക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന്. ഇപ്പോൾ പുതിയ ഉബുണ്ടു ഒക്കെ അത്യാവശ്യം നല്ല ഭംഗിയും അത്യാവശ്യം ഫീച്ചർ സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കുറേ നല്ല സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലിനക്സ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ കിട്ടാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസ് സോഫ്റ്റ്വെയർ കിട്ടാൻ കുറച്ച് പാടായിരുന്നു. അല്ലെങ്കിൽ ലിബർ ഓഫീസ് എന്ന് പറഞ്ഞൊരു ഒരു പോളിഷ്ഡ് ലുക്ക് ഉണ്ടായില്ല. ഇപ്പോൾ പോളിഷ്ഡ് ലുക്ക് ഉള്ളതുണ്ട്, വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ ഡാവിഞ്ചി റിസോൾവ് ഉണ്ട്. അങ്ങനെ നമുക്ക് കുറേ ഒരു നല്ല സെറ്റ് ഓഫ് ആപ്സ് ഉണ്ട്. അപ്പോഴേക്ക് ഒരു സാധാരണ യൂസർക്ക് യൂസബിൾ ആണ് ഇപ്പോൾ ലിനക്സ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇഷ്യൂ വരികയാണെങ്കിൽ എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നെറ്റിൽ നോക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ചാറ്റ് ജിപിറ്റിനോട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് അത് നന്നായി ഉത്തരം പറഞ്ഞു തരും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.